പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള ഒരു 1 വീക്കിലേക്ക് നമ്മൾ ഫുൾ ഫ്ലെഡ്ജ്ഡ് ഒരു വീക്കായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അതായത് ഒരു മൊത്തത്തിൽ ഇനി എൻ്റെ ഒരു പണ്ടത്തെ പോലത്തെ ഒരു വീക്കായിട്ട്, പണ്ടത്തെ പോലത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 42 ഡേയ്സ് ഞാൻ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പം അതിന് മുമ്പ് റെസ്റ്റിലായിരുന്നല്ലോ, എൻ്റെ വിരല് ക്രാക്കല്ലല്ലോ, എന്തായിരുന്നു ഫ്രാക്ചർ. അപ്പം അതിനു മുമ്പ് വരെ ഞാൻ എങ്ങനെയായിരുന്നു, ഡാൻസിന് പോയിക്കൊണ്ടിരുന്നിരുന്നു, പല പല ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം സ്റ്റോപ്പ് ചെയ്തേക്കായിരുന്നു. അപ്പം ഇനി തൊട്ട് അടുത്ത ആഴ്ച തൊട്ട് ഞാൻ വീണ്ടും പഴയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഒരു കംപ്ലീറ്റ് വർക്കിംഗ് ഡേ വർക്കിംഗ് ഓഫീസിൽ പോകണം. പിന്നെ അതുപോലെ ഡാൻസ്, ജിം, അങ്ങനെയുള്ള പല പല കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ഫുൾ ആയിട്ടുള്ള ഒരു വീക്കിലേക്കുള്ള പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ എങ്ങനെയാണ് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പം ട്യൂസ്ഡേ ആകുമ്പോഴത്തേനും അമ്മ വരും. അപ്പം കംപ്ലീറ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ അത് അമ്മ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പകുതി റെസ്പോൺസിബിലിറ്റി അമ്മയാണ്. അമ്മ ചെയ്യും, പല കാര്യങ്ങളും അമ്മ ഹെൽപ്പ് ചെയ്യും. അപ്പം അതുവരെ അമ്മയ്ക്ക് ഹെൽപ്പായിട്ടുള്ള കുറേ കാര്യങ്ങൾ, അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ, പിന്നെ നാളെ നമുക്ക് ഓഫീസിലേക്ക് പോകാനുള്ളത്, ജൂലിനെ വിടാനുള്ള കുറേ കാര്യങ്ങൾ ഒക്കെ ഇന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കണം. പിന്നെ 1 വീക്കിലേക്കുള്ള കുറേ സാധനങ്ങൾ നമുക്ക് വാങ്ങി വെക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പം നമ്മൾ കുറേ സാധനങ്ങൾ ഇന്ന് പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, പലചരക്കുകൾ, സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അതൊക്കെ നമുക്ക് കാണാം. പിന്നെന്താ, നൈറ്റായിട്ടോ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ കുറേ വീഡിയോസിൽ എന്നെ ഈ ഡ്രസ്സിൽ കാണും. ബിക്കോസ് വേറൊന്നുമല്ല, ഞാൻ എല്ലാ വീഡിയോസും ഇന്ന് തന്നെയാണ് എടുക്കുന്നത്. കാരണം ഇന്ന് ഞായറാഴ്ച, അടുത്തൊരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പുറത്ത് പോയിട്ടുള്ളത് ഇന്നാണ്. അതേപോലെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത് ഇന്നാണ്, ഒരു ഷോപ്പിംഗ് വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത് ഇന്നാണ്. അപ്പം എല്ലാം ഈ ഒരു ഡ്രസ്സിലായിരിക്കും. നെവർ മൈൻഡ്, ഓക്കെ. അപ്പം നമ്മൾ അങ്ങനെ അടുത്ത ആഴ്ചത്തേക്കുള്ള പണിപ്പുരയിലാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ നാളത്തേക്കുള്ള പരിപ്പ് കൂട്ടാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പരിപ്പ് വേവിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. സൂര്യചേട്ടനാണ് കേട്ടോ ഇത് വേവിക്കാൻ വെച്ചിട്ടുള്ളത്. പിന്നെ രാത്രി നമുക്ക് ചോറേനിക്ക് ഓട്സ് ഉണ്ട്. സൂര്യചേട്ടൻ ജൂനും ചോറാണ്. അപ്പം ഉച്ചയ്ക്കുള്ള കൂട്ടാൻ കഴിഞ്ഞു. അപ്പം ഇന്ന് പരിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞ് ഇന്ന് രാത്രിയിലേക്കുമായി, നാളേക്കുമായി. പിന്നെ ഞാൻ നാളെ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അവിയലാണ്. അപ്പം അവിയലിലുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെക്കണം. ജൂനിന് കടല കൊണ്ടുപോകണം. കടല ഞാൻ നാളെ ഉണ്ടാക്കുന്നുള്ളൂ, പക്ഷെ വെള്ളത്തിലിട്ട് വെക്കുക. അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. പിന്നെ കുറച്ച് പച്ചക്കറികളും സാധനങ്ങളൊക്കെ ഇവിടെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റ് ആക്കണം. അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം. ഫുൾ ഫ്ലെഡ്ജ്ഡ് വീക്ക്. അതെ, 1 ഫുൾ ഫ്ലെഡ്ജ്ഡ് വീക്ക് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വീഡിയോസും കൂടെ പ്രിപ്പയർ ഫുൾ വെള്ളിയാണല്ലോ, നമ്മുടെ ഫുൾ വീക്കും കൂടെ പ്രിപ്പയർ ചെയ്യണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ക്യാമറ സെറ്റ് ചെയ്തു. അതായത് ക്യാമറാസ്, എക്യുപ്മെന്റ്സ്, എവറിത്തിങ് സെറ്റഡ്. പൊട്ടിയടിച്ചു, എല്ലാം ചെയ്തു. അപ്പോഴാണ് മനസ്സിലാക്കിയത് ക്യാമറയിൽ ചാർജില്ലാന്ന്. പക്ഷെ ഞാൻ ക്യാമറയിൽ ചാർജ് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിയെന്നല്ല, അതായത് ക്യാമറ ഞാൻ ചാർജ് ചെയ്ത് വെച്ചതാണ് ഗൈസ്, ഞാൻ ചാർജ് ചെയ്ത് വെച്ചതാണ്. പക്ഷേ എനിക്കറിയില്ല, അത് ഓഫായിപ്പോയി. എനിക്ക് തോന്നുന്നു തന്നെ ഡ്രെയിൻ ആവുമെന്ന് തോന്നുന്നു. ക്യാമറയുടെ ചാർജ് തന്നെ പോകുമെന്ന് തോന്നുന്നു. ഈ വീഡിയോ പല പല കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ. കാരണം ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉള്ള പല പല ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത്. പല സമയത്തായിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത്, ഒറ്റ ഒരു ഷോട്ടല്ല. അപ്പം ഞാൻ ആദ്യം രാവിലെ തന്നെ ഞാൻ നാളികേരം ചിരകി വെക്കുകയാണ് ചെയ്തത്, ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പച്ചക്കറികൾ വാങ്ങിച്ചു ഉച്ചയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴുകി വെച്ചതാണ് ഞാൻ ഇൻട്രൊഡക്ഷനിൽ കാണിച്ചത് കേട്ടോ. ഒരു 1 വീക്കിലേക്കുള്ള പച്ചക്കറികളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പച്ചക്കറിയും പലചരക്ക് സാധനങ്ങളും ആദ്യം തന്നെ ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി വെച്ചുകൊണ്ടായിരുന്നു. ആ കഴുകി വെച്ചത് ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ ഞാൻ കാണിച്ചു. പിന്നെ എൻ്റെ സൗണ്ട് പോയിരിക്കുകയാണ് കേട്ടോ. ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വോയിസ് ഓവർ ചെയ്യുന്ന സമയമായപ്പോഴേക്കും എൻ്റെ വോയിസൊക്കെ പോയി ഗൈസ്, പോയി. അപ്പോൾ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെയാണ് ഞാൻ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഞായറാഴ്ച നൈറ്റ് ഞാൻ തിങ്കളാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു വെക്കുകയാണ്. ട്രൈപോഡിൻ്റെ അപര്യാപ്തത മൂലം ഞാൻ തൽക്കാലം ഇങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു 1 വീക്കിലേക്ക്. ഇപ്പം എല്ലാ ഫ്രൂട്ട്സ് 1 വീക്കിലേക്ക് എന്നുള്ളതല്ല, കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചു. അപ്പം അതൊക്കെ കഴുകി ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അത് കഴിയുമ്പോൾ വാങ്ങിക്കുക. അങ്ങനെ ഒരു 1 വീക്ക് എന്നുള്ള ഒരു കണക്കല്ല, കുറച്ച് വാങ്ങിക്കും അങ്ങനെ.
നാളേക്കുള്ള നാളെ ഞാൻ നേരത്തെ അവിയൽ വെക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി, അതുകൊണ്ട് അവിയലില്ല. നാളെ പരിപ്പും പിന്നെ അതുപോലെ കുമ്പളങ്ങയും മാങ്ങയും കൊണ്ടുള്ള കൂട്ടാൻ വെക്കാം. നമ്മൾ നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്, അപ്പം അതും അപ്പം അതേതുകൊണ്ട് കുമ്പളങ്ങയും മാങ്ങയും നാളികേരം അരച്ച് വെക്കാം. പിന്നെ കടലപ്പേരി വെക്കാം. അപ്പം അങ്ങനെയുള്ള അതായത് രണ്ടും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം നാളേക്കുള്ള ആ സംഭവങ്ങൾ സെറ്റാണ്. പിന്നെ ഞാൻ ബാക്കിയുള്ള കഷ്ണങ്ങൾ കുറച്ചൊക്കെ ഞാൻ അരിഞ്ഞ് വെക്കുകയാണ്. ട്യൂസ്ഡേയിലേക്ക് ഞാൻ വെച്ചു, ബിക്കോസ് എനിക്ക് ട്യൂസ്ഡേ ഡാൻസ് ഉണ്ട്. പിന്നെ അമ്മ അന്നാണ് വരിക, അപ്പോൾ അന്നത്തേക്കുള്ള കഷ്ണങ്ങൾ അരിഞ്ഞ് വെച്ചു. പിന്നെ ഞാൻ മോരിന് വേണ്ടിയിട്ട് പാല് ഉറവിച്ച് വെച്ചു. അങ്ങനെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചു. കുറച്ചും കൂടെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചു. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എല്ലാം കഴുകി ഫ്രിഡ്ജിലൊക്കെ ഏറ്റിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഒരു 1 വീക്കിലേക്കുള്ള എല്ലാവിധ കാര്യങ്ങളും സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്കും ഹെൽപ്ഫുള്ളായിരിക്കും, നമുക്കും ഹെൽപ്ഫുള്ളായിരിക്കും. ഡൗട്ട് ഉണ്ടായിരിക്കില്ല എന്തുണ്ടാക്കണം, എന്തുണ്ടാക്കണം, നാളെ എന്തുണ്ടാക്കണം, അങ്ങനെയുള്ളതൊക്കെ. പിന്നെ കുറച്ച് അരി അരച്ച് വെക്കാനുണ്ടായിരുന്നു ദോശയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം എന്തെങ്കിലും അരി അരച്ചത് മാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എളുപ്പമുണ്ടല്ലോ, എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ എന്താണ് ഡിന്നർ എന്നുള്ള ഡൗട്ട് വേണ്ടല്ലോ. അപ്പം അത് അപ്പൊ നമ്മുടെ എന്തായിരുന്നു നമ്മുടെ പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞു. 1 വീക്കിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ്. എന്ത് പ്രിപ്പറേഷൻസ് അത്രയൊന്നും അത്രയൊക്കെ തന്നെ. 1 വീക്കിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. അത് അവിടെ ചുരുന്നു TV വെച്ചായിരുന്നു കൊണ്ട് നോയ്സ് വരാണ്ടിരിക്കാൻ. അമ്മത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം, എന്നിട്ട് വേണ്ട ഒളിച്ച് കളിക്കാൻ. അപ്പോ നമ്മൾ എന്താ പറഞ്ഞത് എന്താ വെച്ചാൽ, അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നോട്ട് പെർഫെക്റ്റ്, കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാത്തതുണ്ടായിരിക്കും. അലത്തുകുലത്തെ പരിപാടികളൊക്കെ ഇനിയുണ്ട് ബാക്കി. പിന്നെ അമ്മ വരുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ അമ്മ ചെയ്തോളും. അമ്മ കുറെ കാര്യങ്ങളൊക്കെ അമ്മ ഹെൽപ്പ് ചെയ്യും. അമ്മയ്ക്ക് വേണ്ടി കുറെ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്ത് പറ്റുന്നതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നാളെ തൊട്ട് നമ്മള് അങ്ങോട്ട് തുടങ്ങുന്ന അംഗം. അപ്പൊ അത്രേ ഉള്ളൂ. സൈനിങ് ഓഫ്, സ്വാതി സാവിത്രി.